എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ സ്ഥിര ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള KSFE, KSEB, കേരള വാട്ടർ അതോറിറ്റി, സപ്ലൈകോ, KSRTC, കെൽട്രോൺ, കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തുടങ്ങിയ 30ലധികം സ്ഥാപനങ്ങളിലേക്ക് ജൂനിയർ അസിസ്റ്റന്റ്, ക്ലർക്ക്, കാഷ്യർ, ടൈം കീപ്പർ എന്നിങ്ങനെയുള്ള വിവിധ തസ്തികകളിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കേരളത്തിലുടനീളം 4000-ലധികം ഒഴിവുകൾ പ്രതീക്ഷിക്കുന്ന ഈ തസ്തികകളിലേക്ക് വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. നമുക്കിനി ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള പ്രായപരിധി തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ എന്നിവയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള PSC മുഖേനയാണ്. 30ലധികം സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് അസിസ്റ്റന്റ്, ക്ലർക്ക്, കാഷ്യർ, ടൈം കീപ്പർ എന്നിങ്ങനെയുള്ള തസ്തികകളിലേക്ക് 2 കാറ്റഗറികളിലായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2025 നവംബർ 19 ആദ്യത്തേത് കാറ്റഗറി നമ്പർ 382/2025 ആണ്. ഈ കാറ്റഗറിക്ക് കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. KSFE, KSEB, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കെൽട്രോൺ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മലബാർ സിമന്റ്സ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ്, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ്, കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരളത്തിലെ വികസന അതോറിറ്റികൾ, കെൽട്രോൺ കോമ്പണന്റ് കോംപ്ലക്സ് കണ്ണൂർ, കേരള വാട്ടർ അതോറിറ്റി, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്നിവയാണ്. ഈ കാറ്റഗറിക്ക് കീഴിൽ വരുന്ന തസ്തികകളുടെ പേര് ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ജൂനിയർ ക്ലർക്ക് എന്നിവയാണ്. ശമ്പളം ഈ തസ്തികയ്ക്ക് അതാത് കമ്പനി ഓർ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള ശമ്പള നിരക്കായിരിക്കും. ഒഴിവുകൾ കേരളത്തിലുടനീളം പ്രതീക്ഷിത ഒഴിവുകളാണ് ഉള്ളത്. അടുത്തത് കാറ്റഗറി നമ്പർ 383/2025 ആണ്. ഈ കാറ്റഗറിക്ക് കീഴിൽ നിയമനം നടത്തുന്ന സ്ഥാപനങ്ങൾ ഇനി പറയുന്നവയാണ്. KSRTC, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC ആൻഡ് ST, കേരള ആർട്ടിസൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സിഡ്കോ, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ, ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ, കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ്, കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ്, കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, കേരള ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ, മറ്റ് വെൽഫെയർ ഫണ്ട് ബോർഡുകൾ എന്നിവയാണ്. ഈ കാറ്റഗറിയിലുള്ള തസ്തികകൾ ജൂനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2, LD ക്ലർക്ക്, ക്ലർക്ക്, ഫീൽഡ് അസിസ്റ്റന്റ്, ഡിപ്പോ അസിസ്റ്റന്റ് എന്നിവയാണ്. ഈ തസ്തികയ്ക്കും അതാത് കമ്പനി, കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള ശമ്പള നിരക്കായിരിക്കും. കേരളത്തിലുടനീളം പ്രതീക്ഷിത ഒഴിവുകളാണ് ഈ തസ്തികയ്ക്കും ഉള്ളത്. കാറ്റഗറി നമ്പർ 382/2025, 383/2025 എന്നീ 2 കാറ്റഗറികളിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി എന്നിവ ഒന്നു തന്നെയാണ്. അപേക്ഷിക്കാനുള്ള യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയ BA ഓർ BSc ഓർ BCom ബിരുദമാണ്, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത നേടിയിട്ടുണ്ടാവണം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതുകൂടാതെ SC ST വിഭാഗത്തിലുള്ളവർക്കും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഈ 2 കാറ്റഗറികളിലേക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2025 നവംബർ 19 കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ 1 ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയ ശേഷം അവരവരുടെ പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ തസ്തികകളുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2025 നവംബർ 19 മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.